ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. ഇന്ന് നമ്മുടെ ചാനലിൽ സിനിമാ വാർത്തകളും അപ്ഡേറ്റുകളും പങ്കുവയ്ക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ത്രില്ലർ ചിത്രമാണ് JSK. ഏറെ നാളായി ചിത്രീകരണം പൂർത്തീകരിച്ച JSKയുടെ റിലീസ് അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ വരുന്ന ജൂൺ 20-ന് JSK എന്ന ഈ സുരേഷ് ഗോപി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. സുരേഷ് ഗോപിയെ കൂടാതെ അനുപമ പരമേശ്വരൻ, ദിവ്യ പിള്ള, മാധവ് സുരേഷ്, കോട്ടയം രമേശ് എന്നിവരും JSKയിൽ താരങ്ങളായിട്ടെത്തും. മഹേഷ് ബാബുവിനെ നായകനാക്കി SS രാജമൗലി സംവിധാനം ചെയ്തു വരുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ് SSMB 29. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന ഈ ചിത്രത്തിൽ മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ടെന്ന് മൂവി ടീം തന്നെ കൺഫേം ചെയ്തിരുന്നു. ഇപ്പോൾ ഇവരെ കൂടാതെ തമിഴിൽ നിന്നും ചിയാൻ വിക്രവും SSMB 29-ൽ പങ്കാളിയാകുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനായി മൂവി ടീം വിക്രവുമായി ചർച്ചകൾ നടത്തി വരികയാണെന്നും അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ SSMB 29ന്റെ ചിത്രീകരണത്തിലേക്ക് ചിയാൻ വിക്രം ജോയിൻ ചെയ്യുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, SSMB 29ന്റെ ടൈറ്റിൽ പ്രഖ്യാപനം ഈ വരുന്ന ഓഗസ്റ്റ് 9-ാം തീയതി മഹേഷ് ബാബുവിന്റെ ജന്മദിനത്തിൽ പുറത്തു വരുമെന്നും അപ്ഡേറ്റുകളുണ്ട്. ദുൽഖർ സൽമാൻ നിലവിൽ അഭിനയിച്ചു വരുന്ന ഒരു തെലുങ്ക് പാൻ ഇന്ത്യൻ മൂവിയാണ് ആകാശമലു ഒക്കത്താര. ഈ സിനിമയുടെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണം ഈ വരുന്ന മെയ് 19-ാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആകാശമലു ഒക്കത്താര പൂർത്തീകരിച്ച ശേഷം മാത്രമാകും ദുൽഖർ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന മലയാള ചിത്രത്തിന്റെ ഷൂട്ടിലേക്ക് ജോയിൻ ചെയ്യുക. ഉലക നായകൻ കമലഹാസനെ കേന്ദ്ര കഥാപാത്രമാക്കി മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന സിനിമയുടെ ട്രെയിലർ റിലീസിന് ഒരുങ്ങുന്നു. 2 മിനിറ്റും 3 സെക്കൻഡുമാണ് ഈ ഒരു ട്രെയിലറിന്റെ റണ്ണിംഗ് ടൈം. ഈ വരുന്ന 17-ാം തീയതി തഗ് ലൈഫിന്റെ തമിഴ് ട്രെയിലർ പുറത്തു വരും. ചിത്രത്തിന്റെ ഹിന്ദി ട്രെയിലർ മെയ് 20-നും, മലയാളം ട്രെയിലർ മെയ് 21-നും, തെലുങ്കു ട്രെയിലർ മെയ് 22-നും പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. പിന്നെ തഗ് ലൈഫിന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ മെയ് 24-ന് സായിറാം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തപ്പെടുമെന്നും അതിനുശേഷം ഒരു പ്രീ റിലീസ് ഇവന്റ് മെയ് 26-ന് ഡൽഹി, മെയ് 27-ന് ബാംഗ്ലൂർ, മെയ് 28-ന് തിരുവനന്തപുരം, മെയ് 29-ന് വിശാഖപട്ടണം, മെയ് 31 മലേഷ്യ, ജൂൺ 1 ദുബായിലും വെച്ചും നടത്തപ്പെടും. സോ അടുത്ത 20 ദിവസത്തേക്ക് തഗ് ലൈഫിന്റെ പ്രൊമോഷൻ പീക്കിലേക്ക് എത്താൻ പോവുകയാണ്. വരുന്ന ജൂൺ 5-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി തഗ് ലൈഫ് തിയേറ്ററുകളിലേക്ക് എത്തും. തമിഴിൽ നിന്നും ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തി ഗംഭീര വിജയം നേടിയ ടൂറിസ്റ്റ് ഫാമിലി എന്ന ശശികുമാർ ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ടൂറിസ്റ്റ് ഫാമിലിയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന മെയ് 31-ാം തീയതി ഈ ചിത്രം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഈ വരുന്ന മെയ് 31-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരുന്ന ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണ് വിജയ് ദേവരക്കൊണ്ട നായകനായിട്ടെത്തിയ കിങ്ഡം. ഇപ്പോൾ മൂവി ടീം ഈ ചിത്രത്തിന്റെ റിലീസ് തീയതി പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഈ വർഷം തന്നെ ജൂലൈ 4-ാം തീയതിയിലേക്കാണ് കിങ്ഡത്തിന്റെ റിലീസ് മാറ്റിവെച്ചിരിക്കുന്നത്. വിജയ് ആന്റണി നായകനായിട്ടെത്തുന്ന അടുത്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മാർഗം. ഈ വരുന്ന ജൂൺ 27-ാം തീയതി ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ലിയോ ജോൺ പോൾ ആണ് ഈ വിജയ് ആന്റണി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ എന്ന് സ്വന്തം പുണ്യാളൻ സിനിമയുടെ OTT അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്ന് സ്വന്തം പുണ്യാളൻ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. സൗബിൻ ഷാഹിറിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം സിനിമയുടെ ഹിന്ദി റീമേക്ക് റിലീസിനൊരുങ്ങുന്നു. കപ് കബി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് നമ്മുടെ സംഗീത് ശിവനാണ്. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ട്രെയിലർ മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വരുന്ന മെയ് 23-ന് ഹിന്ദി രോമാഞ്ചം കപ് കബി തിയേറ്ററുകളിലേക്ക് എത്തും. മിഥുൻ മാനുവലിന്റെ സംവിധാനത്തിൽ ജയസൂര്യ, ഷാജി പാപ്പനായിട്ട് എത്തുന്ന ആട് 3യുടെ ഷൂട്ടിംഗ് വർക്കുകൾ ഇന്ന് പാലക്കാട്ട് വെച്ച് ആരംഭിച്ചിട്ടുണ്ട്. 45 കോടി രൂപയോളമാണ് ആട് 3യുടെ ബഡ്ജറ്റായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. ജയസൂര്യ കൂടാതെ സൈജു കുറുപ്പ്, വിനായകൻ, ധർമ്മജൻ, സണ്ണി വെയിൻ, ഇന്ദ്രൻസ് തുടങ്ങിയവരും ആട് 3യിൽ താരങ്ങളായിട്ടെത്തും. ഫ്രൈഡേ ഫിലിംസിന് വേണ്ടി വിജയ് ബാബു ആണ് ആട് 3 നിർമ്മിക്കുന്നത്. ഈ വർഷം ക്രിസ്മസ് റിലീസായി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള പ്ലാനാണ് മൂവി ടീമിനുള്ളത്. ഹോളിവുഡിൽ നിന്നും ഈ വർഷം വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന സിനിമയാണ് ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ. ജെയിംസ് ഗൺ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സൂപ്പർമാൻ ചിത്രത്തിന്റെ ട്രെയിലർ മൂവി ടീം ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 11-ാം തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. 2002-ൽ ജെറാൾഡ് ജോൺസ്റ്റോണിന്റെ സംവിധാനത്തിൽ ഹോളിവുഡിൽ നിന്നും പുറത്തുവന്ന ഒരു ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു മീഗൻ. അന്ന് $12 മില്യൺ ബഡ്ജറ്റിൽ തയ്യാറായ മീഗൻ $181 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ മീഗൻ 2.0 റിലീസിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ വരുന്ന ജൂൺ 27-ന് മീഗൻ 2.0 തിയേറ്ററുകളിലേക്ക് എത്തും. ഇലവിഴ പൂഞ്ചിറ എന്ന സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം ഷാഹി കബീർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് റോന്ത്. ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന റോന്ത് വരുന്ന ജൂൺ 13-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ജനപ്രിയ നായകൻ ദിലീപ് നായകനായിട്ടെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ 7 ദിവസത്തെ കളക്ഷൻ ഒന്ന് പരിശോധിക്കാം. ചിത്രം റിലീസിനെത്തി 7 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 7 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 11 കോടി രൂപയും ഈ ദിലീപ് ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു. വർക്കിംഗ് ഡേയ്സ് ആയിട്ട് പോലും മികച്ചൊരു കളക്ഷനാണ് പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ദളപതി വിജയിയെ നായകനാക്കി വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ജനനായകൻ സിനിമയിലെ വിജയുടെ ചിത്രീകരണമെല്ലാം ഈ മാസം കൊണ്ട് പൂർത്തിയാവുമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഈ മാസം വിജയ് ജനനായകനിൽ നിന്നും ബ്രേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് വരുന്ന ജൂൺ അവസാനം ജനനായകനിലെ ഒരു സോങ്ങിന്റെ ചിത്രീകരണത്തിനായി വിജയ് വീണ്ടും ഷൂട്ടിൽ ജോയിൻ ചെയ്യും. സുരാജ് വെഞ്ഞാറമ്മൂട്, ഷറഫുദ്ദീൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ പടക്കളം എന്ന ചിത്രം റിലീസിനെത്തിയ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രം 3.5 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി
വർഷത്തിനിടയിലായി പടക്കളം 5 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽജി സംവിധാനം ചെയ്ത ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ സെൻസറിംഗ് ഇപ്പോൾ കഴിഞ്ഞെന്ന് മൂവി ടീം തന്നെ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രത്തിന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 23 മിനിറ്റുമാണ്. ഈ വരുന്ന മെയ് 23-ന് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തിയേറ്ററുകളിലേക്ക് എത്തും. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായിട്ടെത്തി ഇൻഡസ്ട്രി വിജയം നേടിയ തുടരും എന്ന ചിത്രത്തിന്റെ 21 ദിവസത്തെ കളക്ഷൻ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 21 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 103 കോടി രൂപയോളം തുടരും സിനിമ നേടിക്കഴിഞ്ഞു. അതേസമയം 21 ദിവസത്തെ തുടരും സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 214 കോടിയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു തുടരും അപ്ഡേറ്റ് എന്തെന്നാൽ നാളെ മുതൽ തുടരും സിനിമയ്ക്കൊപ്പം തിയേറ്ററുകളിൽ കൊണ്ടാട്ടം എന്ന് തുടങ്ങുന്ന MG ശ്രീകുമാർ ആലപിച്ച ആ ഒരു സോങ് കൂടി പ്രദർശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന മമ്മൂക്ക ലൈം ലൈറ്റിലേക്ക് തിരിച്ചെത്തുന്നു. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം അടുത്ത ആഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന കളത്താവൽ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിലാവും ആദ്യം അദ്ദേഹം പങ്കെടുക്കുക. തുടർന്ന് ജൂൺ 1 തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന MN എന്ന സിനിമയിൽ അദ്ദേഹം ജോയിൻ ചെയ്യും. അതും പൂർത്തീകരിച്ച ശേഷം ഈ വർഷം തന്നെ അൻവർ റഷീദിന്റെ പുതിയൊരു പ്രോജക്റ്റിലും മമ്മൂക്ക അഭിനയിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ 2025-ൽ ഈ പ്രോജക്റ്റുകളിൽ മാത്രമാണ് മമ്മൂക്ക പങ്കെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗത്തിൽ അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.